ഫാത്തിമ റളിയല്ലാഹു അൻഹ, നബി തങ്ങളുടെ പൊന്നാര മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ, അലി റളിയല്ലാഹു അൻഹു ദീർഘമായ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ക്ഷീണിച്ചു നിൽക്കുന്ന പൊന്നാര ഭാര്യ, അത് ഹബീബിന്റെ മകളാണ്. സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗീയ യുവതികളുടെ മുഴുവൻ ആളുകളുടെയും നേതാവാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ബിദ്അത്തും മിന്നി, അവരെന്റെ കരളിന്റെ കഷ്ണമാണെന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വന്നപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വല്ലാതെ ക്ഷീണിച്ച് അവശയായി കിടക്കാൻ, മക്കളും വല്ലാതെ കണ്ട് ക്ഷീണിച്ചു. നമ്മൾ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോൾ എന്താ മോനെ ക്ഷീണിച്ചോ, ആ ചോദ്യമല്ലത്, ശരിക്കും ക്ഷീണിച്ച തന്നെയാണ്, ശരിക്കും ക്ഷീണിച്ചിരിക്കുകയാണ്. ഭക്ഷണം കിട്ടാഞ്ഞിട്ട് ചോദിച്ചു, എന്തേ ഫാത്തിമ, നിങ്ങൾക്ക് എന്തേ പറ്റിയത്? നിങ്ങൾ പോയതിൽ പിന്നെ ഞങ്ങൾ ഒരു റൊട്ടി പോലും കഴിക്കാൻ ഞങ്ങൾക്ക് ഇവിടെ ഗോതമ്പില്ലായിരുന്നു, ഒന്ന് വെള്ളവും കുറച്ച് കാരയ്ക്ക് ഇങ്ങനെ കഴിച്ചുകൂടാണ് അച്ഛനെ. അപ്പൊ ചോദിച്ചു സ്വന്തം ഭാര്യയും ഹബീബിന്റെ മകളുമായ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട്. ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ലെങ്കിൽ ഹദീസ് നമുക്ക് കിട്ടൂലായിരുന്നു. അലി റളിയല്ലാഹുവിനെ ചോദിച്ചു, അതൊന്നും ആദ്യം പറഞ്ഞു കൊടുത്തിട്ടില്ല ഫാത്തിമ റളിയല്ലാഹു. ഈ ചോദ്യം ചോദിച്ചപ്പോഴാണ് മറുപടി വന്നത്. ചോദിച്ചത് ഇതാണ്, അങ്ങനെയെങ്കിൽ ഫാത്തിമ, നിങ്ങൾക്കറിയില്ലയോ, ഞാൻ യാത്ര പോകുമ്പോ എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞല്ലേ തിരിച്ചു വരാൻ കഴിയൂ. അങ്ങനെ വരുമ്പോ ഇവിടെ ഗോതമ്പോ നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണമോ ഇല്ലാതെ വന്നാൽ നിങ്ങൾക്കത് എന്നോട് ചോദിക്കാമായിരുന്നില്ലേ? ഞാനത് വാങ്ങിച്ചു തന്നിട്ടല്ലേ പോകുമായിരുന്നുള്ളൂ. എന്തേ നിങ്ങൾ എന്നോട് ചോദിക്കാതിരുന്നത്? ഉമ്മമാരും പെങ്ങന്മാരും ചെവി തുറന്ന് കേൾക്കണം, രക്ഷിതാക്കന്മാർ ശരിക്കറിയണം. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുന്ന മറുപടി, അലിയെ, നിങ്ങൾക്ക് എന്നെ എന്റെ ഉപ്പ വിവാഹം ചെയ്തു തരുന്ന അന്ന് രാത്രി എന്റെ ഉപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, മോളെ, നാളെ നീ അലിയുടെ ഭാര്യയായി ജീവിക്കാൻ പോകുന്നവളാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പുതുനാരിയായി കടന്നു പോകുന്നവളാണ്. മോളെ, ഉപ്പാക്ക് ചില ഉപദേശങ്ങൾ മോളോട് ചെയ്യാനുണ്ട്. നിന്റെ ഭർത്താവ് നിനക്ക് ഏതൊന്ന് കൊണ്ടുതരുന്നുവോ അത് നീ സന്തോഷത്തോടുകൂടെ കൈനീട്ടി സ്വീകരിക്കണം. പെണ്ണുങ്ങൾ ശരിക്ക് കേൾക്കണം, ഇത് മോഡൽ പോയി എന്ന് പറയല്ലേ, ഇത് അയലൊക്കക്കാരുടെ അത്ര സാരിന്റെ വില അയച്ചില്ലല്ലോ, ആ ചുരിദാറിന്റെ കോല അയച്ചിട്ട് പറയല്ലേ, സന്തോഷത്തോടെ സ്വീകരിക്കും. എന്തൊന്ന് നിന്റെ ഭർത്താവ് നിനക്ക് കൊണ്ടുതരുന്നുവോ അത് നീ സന്തോഷത്തോടെ സ്വീകരിക്കണം. രണ്ടാമത്തെ ഉപദേശം, നിനക്ക് എന്തെങ്കിലും കൊണ്ടു തന്നിട്ടില്ല എങ്കിൽ അത് നീ ഭർത്താവിനോട് ബുദ്ധിമുട്ടിക്കരുത്, കഴിയാത്തത് കൊണ്ടായിരിക്കും മോളെ എന്ന് മോള് മനസ്സിലാക്കണം. അങ്ങനെ എന്റെ ഉപ്പ എന്നോട് പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ അങ്ങയോട് ചോദിക്കാതിരുന്നത് എന്ന് ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ. ഇതല്ലേ നമ്മുടെ ഉമ്മത്തിന്റെ മാതൃക? ഇങ്ങനെ ഒരു മാതൃക ഉണ്ടാകുമ്പോ എവിടെന്നാ പിന്നെ